ഓണൊക്കെ ആയിട്ടൊരു പായസം വെച്ചിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഇന്ന് നല്ല കിഡിലും ടേസ്റ്റുള്ള ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഓണത്തിന് എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇളനീർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുഡിംഗ് ആയിട്ടും കഴിക്കുക, പായസമായിട്ടും കഴിക്കാം. എൻ്റെ കയ്യിൽ ഓണത്തിന് എന്താ പറയുക, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവറൊക്കെ അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഇളനീർ തന്നെ എടുത്തിട്ടുണ്ട്. ഇളനീർ കാമ്പ് കുറവാണെങ്കിൽ നിങ്ങൾ 3 ഇളനീറിൻ്റെ അങ്ങനെ എടുത്തോ. പിന്നെ 2 ഇളനീറിൻ്റെ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചൊവ്വരിയാണ്. അത് ഞാനൊരു 3/4 കപ്പോളം കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. കൂടുതൽ അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമാണെങ്കിൽ 1 കപ്പോളം ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ചേർത്തപ്പോൾ 1 കപ്പ് ചേർത്താൽ മതിയായിരുന്നു എന്ന് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കുമ്പോൾ. ഇനി നമുക്ക് ഒരു ഉരുളി വെക്കുക. എൻ്റെ അടുത്ത് ഈ ഒരു ഉരുളിയേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 3/4 ലിറ്ററോളം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം 1.5 പാക്കറ്റ് ബാക്കി 1 കപ്പ് സാധാ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തന്നെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ എന്തായാലും ഒന്ന് കുറുകി വരും കേട്ടോ. പെട്ടെന്ന് ആർക്കും റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. കാരണം 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് പോരാലോ. അപ്പം നിങ്ങൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ഏലക്ക പൗഡറിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണ് അതിനനുസരിച്ചിട്ട് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല, ആ ഒരു ചവ്വരിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ പാല് തിളക്കുന്ന ഒരു ടൈമിൽ നല്ലപോലെ ചൂടായിട്ട് ആ ടൈമിൽ വേണം നമുക്ക് ഈ ഒരു ചവ്വരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാഗോ സീഡ്സ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ ഇളനീറിൻ്റെ കാമ്പും പിന്നെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/4 കപ്പ് ഇല്ലെങ്കിൽ ഇപ്പോൾ 10 രൂപേൻ്റെ പാൽപ്പൊടിയൊക്കെ കിട്ടുന്നില്ല, അത് 2 പാക്കറ്റ് വാങ്ങിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ ഫ്രഷ് ക്രീം ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതിൽ ഇളനീറിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണേ. അപ്പോഴേക്കും നമ്മുടെ ഇതേ കണ്ടില്ലേ ഈ ഒരു സാഗോ സീഡ്സൊക്കെ നല്ല പോലെ വെന്തിട്ട് എന്താ പറയുക കുറുകി വന്നിട്ടുണ്ട്. പാലൊക്കെ ഏകദേശം കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കൂടുതലങ്ങനെ കുറുകി വരാനൊന്നും നിൽക്കണ്ട. ആ ഒരു സാഗോ സീഡൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും പാലൊക്കെ ഒന്ന് കുറുകി വന്നോളും. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കുക. ആ ഒരു ചൂട് നല്ല പോലെ അങ്ങനെ മാറണ്ട, നല്ല ഒരു തിളക്കുന്ന ചൂടില്ല, അത് പോയി കിട്ടിയാൽ മതി. അപ്പോഴേക്കും ആ പാലൊക്കെ ഒന്ന് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഈ ഒരു തണുത്ത പാലിലോട്ട് വേണം നമ്മൾ ഈ ഒരു ഇളനീറിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ചൂടോടുകൂടി ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ ഒരു ഇളനീറിൻ്റെ ഒരു നല്ല ടേസ്റ്റില്ലേ അത് ചിലപ്പോൾ പോകും കേട്ടോ. അതുകൊണ്ട് പാല് തിളക്കുന്ന സമയത്ത് ഈ ഒരു ഇളനീറിനെ നമ്മൾ അടിച്ച് വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കേണ്ട, അത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇത്രേ പണിയുള്ളൂ. നല്ല ടേസ്റ്റ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ നമുക്ക് കഴിക്കാം. പക്ഷേ പായസമാകുമ്പം അതല്ലല്ലോ, നമുക്ക് കുറച്ച് പശു നെയ്യിൽ ഗീയിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കൂടി വറുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചാലുണ്ടല്ലോ കിഡിലും ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇളഞ്ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ടൊന്ന് കഴിച്ച് നോക്ക്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ഓണത്തിന് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ ഇതിൻ്റെ കുറച്ച് മുന്നേ ഇളനീറിൻ്റെ ഇതുപോലെ സൂഫ്ല ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, എന്തായാലും തണുപ്പിച്ചിട്ട് തന്നെ ഒന്ന് കഴിച്ച് നോക്കട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട്. അപ്പം നമ്മൾ ഇളനീർ സൂഫ്ലൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതിൽ നമ്മൾ ജെല്ലിയല്ലേ ഇടുന്നത്. ഇത് സാഗോ സീഡ് ആകുമ്പം അതിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.